അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ. അപ്പോൾ പ്രോഫ്കോണിന്റെ തീമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ 2 സംസാരങ്ങളിലും ഇവിടെ അവസാനത്തെ ഈ സെഗ്മെന്റിലും നമ്മൾ സംസാരിക്കുന്നത് 29ാമത് മാംഗ്ലൂർ ഹോസ്റ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ഗ്ലോബൽ കോൺഫറൻസിന്റെ തീമാണ് സർവൈവിങ് എ ഷെയ്ക്കൺ വേൾഡ്. ഷെയ്ക്കൺ, നമുക്ക് ചുറ്റുമുള്ള ലോകം ഷെയ്ക്കണാണ്, പ്രക്ഷുബ്ധമാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രക്ഷുബ്ധമാണ്. അത് കഴിഞ്ഞ 2 സംസാരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ലോകം, മുസ്ലിം കമ്മ്യൂണിറ്റി എസ്പെഷ്യലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വി ആർ ഗോയിങ് ത്രൂ എ ഡീപ് സർവൈവൽ സ്ട്രഗിൾ. അത് കഴിഞ്ഞ 2 സംസാരങ്ങളിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം പ്രോഫ്കോൺ പരിഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രോഫ്കോണിൽ നിന്ന്, കേരളത്തിൽ നിന്നും മംഗലാപുരത്ത് നിന്നും ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളുമായി വി ആർ ഡിസ്കസിങ് അബൌട്ട് സൊല്യൂഷൻസ്. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ടു സൊല്യൂഷൻ, ഫസ്റ്റ് വി ഷുഡ് ബി അവെയർ ഓഫ് ദ പ്രോബ്ലം. കറക്റ്റ്, റൈറ്റ്? നമുക്ക് ആദ്യം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് പ്രോഫ്കോണിന്റെ ഡേ 1 ഈ ഒരു പ്രൈം ടൈമിൽ നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിൾസ്, നമ്മൾ കടന്നു പോകുന്ന ക്രൈസിസുകൾ പല വിധത്തിലാണ്, മൾട്ടി ഫാസറ്റഡ് ആണ്. അതിൽ ഒരു കൈൻഡ് ഓഫ് സ്ട്രഗിൾസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വൺ കൈൻഡ് ഓഫ് സ്ട്രഗിൾ ഏതായിരിക്കും? എക്കണോമിക്കലാണോ? എക്കണോമിക്കൽ അതിനേക്കാൾ അപ്പുറം പൊളിറ്റിക്കൽ സ്ട്രഗിൾ ആണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? പാലസ്തീനെ കുറിച്ച് ഓരോ ദിവസവും ഒരു റീല് പൂർത്തിയാക്കാൻ കഴിയാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ, നമ്മളെ രാജ്യത്തേക്ക് ഒന്ന് കടന്നു വന്ന് നോക്കൂ. ഫാഷിസം, ഭരണഘടന, വോട്ട് ചോരി, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ ഫ്രണ്ടില് വളരെ വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വി ഷുഡ് ബി വെരി കോഷ്യസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പൊതുവെ കുട്ടികൾ പറയുന്നതാണ്, പൊളിറ്റിക്സോ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഈസ് എ റെസ്പോൺസ് വരട്ടെ. പൊളിറ്റിക്സ് ഈസ് എ ഡേർട്ടി. കേട്ടിട്ടില്ലേ? ഇതൊന്നും കേട്ടിട്ടില്ലേ? എന്ത് മനുഷ്യന്മാരാണ്. ഓക്കെ, അറിയുന്നവരുണ്ട്. പൊളിറ്റിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. പക്ഷേ പൊളിറ്റിക്സ് ഒരു ഡേർട്ടി ബിസിനസ് അല്ല. നമ്മളെ സംബന്ധിച്ച് വി ഡോണ്ട് ഹാവ് ദാറ്റ് ലക്ഷറി ടു കൺസിഡർ ദ പൊളിറ്റിക്സ് ആസ് എ ഡേർട്ടി ബിസിനസ്. നമുക്ക് ആ ലക്ഷറി ഇല്ല. ഓക്കെ, അപ്പൊ പൊളിറ്റിക്സിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? മുസ്ലിം കമ്മ്യൂണിറ്റി ഇസ്ലാം എന്നോ മുസ്ലിം എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത പൊതുവെ നമ്മളെ നാട്ടിലൊക്കെ വളരെയധികം കാണുന്നുണ്ട്. എത്രയെത്ര വിവാദങ്ങളാണ് കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായത്. ഞാൻ മംഗലാപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അല്ലേ? ഉടുപ്പിയിലാണ്. നേരത്തെ എൻ്റെ സുഹൃത്ത് ഷെയർ ചെയ്ത ഹിജാബുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ എത്തി നിന്ന മതസ്വാതന്ത്ര്യത്തിന്റെ വിപുലമായ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾക്കൊക്കെ വഴിവെച്ച ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം, അല്ലേ? ചില ആളുകൾക്ക് എന്താ സംഭവിച്ചത്? മുസ്ലിങ്ങള് ഹിജാബുമായി, മുസ്ലിം പെൺകുട്ടികളെ ഹിജാബുമായി സ്കൂളിലേക്ക് കടന്നു ചെന്നാൽ ഇന്ത്യയുടെ മതേതരത്വം അങ്ങ് തകർന്ന്, സെക്യുലറിസം തകർന്ന് തരിപ്പണാവുന്നാണ് ചില ആളുകൾ പറഞ്ഞത്. അങ്ങനെ എത്രയെത്ര വിവാദങ്ങള്. ഫലസ്തീനിൽ ജനോസൈഡാണ്, വംശഹത്യയാണ് നടക്കുന്നതെന്ന് 10,000 മരിച്ചു വീണിട്ടും ബോധ്യപ്പെടാത്ത ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. പച്ചയായി ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ആളുകൾ എത്ര നമ്മൾ കാണുന്നു. എന്താണ്? ഫലസ്തീനികൾ മുസ്ലിമായി പോയി എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ച്. ഉത്തരേന്ത്യയിൽ ഒരുപാട് ആളുകൾ എന്താണ് അവരുടെ വീടുകൾ ഒരു ദിവസം ബുൾഡോസർ കൊണ്ടുപോവാണ്. ബുൾഡോസർ രാജ്, അല്ലേ? ഇങ്ങനെ എത്രയെത്ര പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രോഫ്കോൺ ഈ വിഷയങ്ങളൊക്കെ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹിജാബുമായി ബന്ധപ്പെട്ട് പറയുന്ന ആളുകളെ ഞാനൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി ചിന്തിക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ കേൾക്കുന്നത്. ഹിജാബുമായി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സെക്യുലറിസം തകരുന്നു. ചില ആളുകൾ വാദിക്കാണ്. എത്രത്തോളം പോയി എന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ മഹാത്മാഗാന്ധിയാണ് ഓർത്തത്.
1920-കളിലെ മഹാത്മാഗാന്ധി കൂടിയിട്ട് ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വേണമെന്ന്. ഏതാണ് യൂണിവേഴ്സിറ്റി? മൗലാന മുഹമ്മദ് അലി ജൗഹറൊക്കെ ഫോം ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. എവിടെയാണ്? മുംബൈയിലാണോ കൊൽക്കത്തയിലാണോ? അല്ല, എവിടെയാണ്? ഡൽഹിയിൽ അല്ലേ? ഡൽഹിയുടെ കേന്ദ്രഭാഗത്തുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയ തുടങ്ങിയ കാലത്ത് യൂണിവേഴ്സിറ്റി നടത്താൻ വലിയ ചെലവാണ്. അപ്പോൾ എന്ത് ചെയ്തു? ജാമിയ മില്ലിയയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം നവോത്ഥാന നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞു, നമ്മളെ യൂണിവേഴ്സിറ്റിന്റെ പേരൊന്ന് മാറ്റിയാലോ? ശ്രദ്ധിക്കണ്ടോ? യൂണിവേഴ്സിറ്റിന്റെ പേരിൽ അവസാനം ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നല്ലേ? ഇസ്ലാമിയ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കളക്ഷന് പോകാൻ എന്താവും? ഇസ്ലാമിയ എന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ആളുകൾ എന്ത് ചെയ്യും? ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഒരുപാട് പൈസ ഇട്ടുന്നു. മുസ്ലിമീങ്ങൾ വരെ പറഞ്ഞു. ആ സമയത്ത് ഗാന്ധി പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ എന്നാ സർവകലാശാലയുടെ ആ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നിന്ന് ഇസ്ലാം എന്ന് വെട്ടുന്നോ അന്ന് ഞാൻ എന്ത് ചെയ്യും? ആ യൂണിവേഴ്സിറ്റിയുമായുള്ള എല്ലാ സഹകരണവും അവസാനിപ്പിക്കുന്ന ആ ഗാന്ധിയുടെ നാട്ടിൽ നിന്നാണ് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാകുന്നത്. അതുപോലെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഒക്ടോബർ 2-ാം തീയതി എന്താ പറഞ്ഞത്? ഗാന്ധി ജയന്തി കഴിഞ്ഞു അല്ലേ? സെലിബ്രേഷൻ ഗാന്ധി ജയന്തി കഴിഞ്ഞു. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും, ഒരാഴ്ച മുമ്പാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്, വി ആസ് എ കൺട്രി ഈസ് ഓൾവേസ് കമ്മിറ്റഡ് ടു ദി ഐഡിയൽസ് ഓഫ് ഇന്ത്യ, ഐഡിയൽസ് ഓഫ് ഗാന്ധി. ഗാന്ധിയുടെ ഐഡിയൽസ് ആണ് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. എന്നിട്ട് ഫലസ്തീൻ വിഷയത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന ഇന്നുവരെ സ്വതന്ത്ര ഇന്ത്യക്ക്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് പരിചയമില്ലാത്ത സ്റ്റാൻഡ്, ഇസ്രായേലിനോടും ഫലസ്തീനിനോട് ഐക്യദാർഢ്യപ്പെടാനുള്ള സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനുള്ള മനസ്സ് കാണിക്കാത്ത ഗാന്ധി എന്താ പറഞ്ഞത്? അത് ഗാന്ധിയുടെ ഫലസ്തീൻ വിഷയത്തിലുള്ള ഐഡിയൽ എന്തായിരുന്നു? ഗാന്ധി ഹരിജൻ മാസികയിൽ എഴുതി. ഗാന്ധി അന്ന് 1930 ഫലസ്തീനും ഇസ്രായേലും പ്രശ്നം ഇസ്രായേൽ ഉണ്ടാകുന്നതെന്ന